ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നിട്ടൊന്നും അല്ല കേട്ടോ. ഒരു ദിവസം ഞാനും അമ്മയും മാത്രമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളത് ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു കുഞ്ഞു ഒതുക്കമുള്ളൊരു വീടാണ്, ഓടുമ്പരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസിൽ ചോറ് വെക്കുന്നതിനേക്കാളും അമ്മയ്ക്ക് ഇഷ്ടം അടുപ്പിൽ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വലിയ കറികളൊന്നും ഇല്ല കേട്ടോ. ഉണക്കമാന്തൾ വറുത്തതും പിന്നെ അടപ്പത്ത് വെച്ച നല്ല ചോറും. അപ്പം അമ്മ അടപ്പൊക്കെ കത്തിക്കുന്നത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണേ. പിന്നെ നല്ല കടുത്ത ചൂടിനിടയിൽ ഒരു ചെറിയ മഴ പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയുടെ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ അമ്മ അടപ്പത്തുണ്ടാക്കിയ ചോറും പിന്നെ ഒരു നാരങ്ങാച്ചാർ പോയി എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തന്നു കേട്ടോ, ഈന്തപ്പഴമുള്ള. എനിക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ഉണക്കമാന്തൾ ഞാൻ സവാളയും മാന്തളും ഒക്കെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ അത് അമ്മ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് സവാളയൊക്കെ നന്നായി മൂപ്പിക്കുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ ഉണക്കമാന്തളും കൂടെ, ഉണക്കമീൻ എന്താണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് തക്കാളിയുടെ കളയാന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് കൂട്ടാമെന്ന്. അങ്ങനെ അത് ചൂടാക്കി പിന്നെ ഞാൻ എൻ്റെ ഒരു ജേണൽ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയും കൂടെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നോക്കിയേ, ഹാൻഡ് റൈറ്റിങ് നോക്കുക, കണ്ടേ ഞാനല്ലേ നിന്നെ എഴുതാനൊക്കെ പഠിപ്പിച്ചേ, വെറുതെ അല്ല നിൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇത്രയും നന്നായതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുവാണ് കേട്ടോ. ശരിയാട്ടോ, അമ്മ നല്ല ഹാൻഡ് റൈറ്റിങ്, അമ്മയാണ് എന്നെ നന്നായി എഴുതാൻ പഠിപ്പിച്ചത്. എൻ്റെ സ്കൂളിൽ ഞാൻ നന്നായിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ലതായത് കാരണം ഞാൻ ഒരുപാട് പേർക്ക് സെമിനാർ പ്രോജക്റ്റിൻ്റെയൊക്കെ ഫസ്റ്റ് പേജൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അച്ചടിച്ച പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. കാരണം എല്ലാവരുടെയും ഫസ്റ്റ് പേജ് ഞാൻ ഫസ്റ്റ് പേജ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ +2 പഠിക്കുമ്പോഴേക്കോ സെമിനാറിനൊക്കെ നമ്മൾ എഴുതില്ലേ സ്കെച്ചൊക്കെ വെച്ച്, അത് ഞാൻ സ്പീഡിൽ നല്ല ഡിസൈൻ പോലെയൊക്കെ എഴുതുമായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്താണേ. ഇങ്ങനെയുള്ള ചീനവലകളൊക്കെ ഒത്തിരി ഉണ്ട്, അത് കാരണം. പക്ഷെ മീൻ പിടിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് പിന്നെ 2 ദിവസത്തെ വീഡിയോ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിന്താലുമാണ് കേട്ടോ ഞങ്ങൾ വെച്ചത്. ഞങ്ങൾ ബീഫൊക്കെ വാങ്ങി വന്നിട്ട് നല്ല വിന്താലുവും കൂടെ മോരുകറിയും വെച്ചു കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ തന്നു കേട്ടോ. ഒരു മാങ്ങയുടെ നല്ല വലിപ്പമുണ്ട്. ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല എരിവുള്ള വിന്താലുവും മോരുകറിയും കൂട്ടി ആ ഉച്ചയൂണും കഴിച്ചു.